ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എല്ലാവർക്കും ഈ പുതിയ മാസം നവംബർ 2 എല്ലാവർക്കും ഒരു നല്ല ആശംസ നേരും. നല്ലൊരു ദിവസവും നല്ലൊരു മാസവും എല്ലാവർക്കും അനുഗ്രഹമുള്ളതായിരിക്കട്ടെ എന്ന് ആരോഗ്യത്തോടെയും എല്ലാ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഞാൻ പ്രധാനമായിട്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ, പുതിയ കാലഘട്ടവുമായിട്ട് ചേർന്ന് പോകാനായിട്ടുള്ള പ്രയാസം, അതുപോലെ ഈ ഫാസ്റ്റ് ലൈഫ്, ഇത്രയും കാലം അവർ ജീവിച്ച, അതായത് നമ്മുടെ ആ തലമുറ മാറി ഇപ്പോഴത്തെ തലമുറ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ജീവിതമാണ്. എല്ലാം വന്നിട്ട് മാനുഷ്യ മൂല്യങ്ങളെ കഴിഞ്ഞും കൂടുതലായി മെറ്റീരിയലിസ്റ്റിക്കായിട്ട് മാറിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ച് എല്ലാം ബിസിനസ്, അവർക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ തലമുറകൾ ആ പുതിയ തലമുറയിലാണ് ജീവിക്കുന്നത്. അവർ അതിനെ എംബ്രേസ് ചെയ്യുമ്പോൾ ഈ പഴയ തലമുറയ്ക്ക് അതിനെ അംഗീകരിക്കാനും അതിനോടൊത്ത് ചേർന്ന് പോകാനും പ്രയാസമുള്ള ഏതാനും ചിലരുണ്ടെന്ന് നമുക്കറിയാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, എങ്കിലും നല്ലൊരു ശതമാനം അങ്ങനെ ഈ പുതിയ ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ആകുവാനായിട്ട് വിഷമമുള്ളവരുണ്ടായിട്ട് നമുക്ക് കാണുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ സാഹചര്യങ്ങൾ, അതുപോലെ ജീവിതചര്യകൾ, കാലാവസ്ഥയുടെ വ്യത്യാസം, പുതിയ പുതിയ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ തന്നെയല്ല, അവർ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട് ഈവൻ ഫൈനാൻഷ്യലായിട്ടും ബുദ്ധിമുട്ടുന്ന ജനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സീനിയേഴ്സായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനോട് പുതിയ സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുമായിട്ടുള്ള നമ്മളുടെ ആ വിഷമത്തെ നമ്മൾ മാറ്റി കുറേശ്ശെയായിട്ട് നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് അറിയാം, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നേരത്തെ കറൻസി കൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും പണം ഉപയോഗിച്ച് എന്ത് വാങ്ങാനും കൊടുക്കാനും, ഇപ്പോൾ അതെല്ലാം വന്നിട്ട് എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ വേൾഡിലേക്കാണ് നമ്മളുടെ ജീവിതത്തെ മുക്കാലും മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും നമുക്ക് പ്രാവർത്തികമായിട്ട് നോക്കുമ്പോൾ ശരീരത്തിനോ മനസ്സിനോ സന്തോഷം തരുന്നതായിട്ട് തോന്നുന്നില്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മളുടെ ആഹാരക്രമങ്ങൾ പോലും, ക്രമങ്ങളെന്നല്ല ആഹാര രീതികളും ആഹാര സാധനങ്ങൾ വരെയും മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പുതിയ ജനറേഷനിൽ, അതായത് മക്കൾ 1-2 കാണത്തുള്ളൂ, അവരും വെളിയിൽ രാജ്യങ്ങളിലായിരിക്കും, അല്ലെ വേറെയുള്ള സിറ്റികളിലായിരിക്കും. അപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ളവർ റിട്ടയർമെൻറ്റിന് ശേഷം, അല്ലെങ്കിൽ ജോലിയില്ലാത്തവരാണെങ്കിൽ അവർ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ തനിച്ച് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ സമൂഹമായിട്ട്, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റുകൾ വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ സാമൂഹികമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരും അല്ല, നമ്മളെ കഴിഞ്ഞ് മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ഒരാൾ ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും, ഇപ്പോൾ നമുക്കറിയാം വാട്സപ്പ് മെസ്സേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ കൂട്ടുകാരായിട്ടുള്ളവരോ അല്ല നമ്മുടെ അയൽവാസികളായിട്ടുള്ളവരുടെയൊക്കെ ഫോൺ നമ്പർ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ ജീവിക്കുന്ന ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ തനിച്ചാണെങ്കിലും ഒക്കെ അറ്റ്ലീസ്റ്റ് ആ കമ്മ്യൂണിറ്റിയിലൊരു ഗുഡ് മോർണിംഗ് എങ്കിലും ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് തെളിവായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മരിച്ച എത്രയോ ദിവസം കഴിഞ്ഞിട്ട് അറിയുന്നു. നോക്കി അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്നാൽ നമ്മൾ കുറേ കൂടെ ഉത്തരവാദിത്വമുള്ളവരായിട്ടും നമ്മളുടെ ജീവിതം നമ്മളുടേതാണെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന്, അതായത് കൂടുതൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാനായിട്ട് ശീലിക്കണം എന്നുള്ളതാണ്. അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞത്, ഒരു ലേഡി ഡോക്ടർ, അവർ പറഞ്ഞ എങ്ങനെയാണ് ദിവസവും വന്നിട്ട് വെൽ ഡ്രസ്ഡായിട്ട്
അതുപോലെ തന്നെ എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നുള്ള അത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എന്താണോ അതിൻ്റെ ഒരു ലിസ്റ്റ് എല്ലാവർക്കും കാണാവുന്ന ദൂരത്തിൽ അത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന ഡോക്ടറുടെ ഫോൺ നമ്പർ വളരെ റീച്ചബിളായിട്ടുള്ള സ്ഥലത്ത് എമർജൻസി അല്ലെങ്കിൽ അതെവിടെയാണ് പോകുന്നതെന്ന് അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക, ഒരു ബോർഡിൽ നമ്മുടെ കാണാവുന്ന സ്ഥലത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഇത് പറഞ്ഞല്ലോ. അതുപോലെ നമ്മളെപ്പോഴും ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകാതെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അത് ഒരുപാട് വെള്ളം ഒന്നിച്ച് കുടിക്കുകയല്ല, കുറേശ്ശെ ഇങ്ങനെ സിപ്പപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾക്ക് അധികം ദാഹമൊന്നും തോന്നത്തില്ല, ബട്ട് അത് ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് നമ്മളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രയാസങ്ങളൊക്കെ അതിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി ലുക്ക്വാമായിട്ടുള്ള വാട്ടർ കുടിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, നമുക്ക് ഷുഗറുള്ളവർക്ക് പോലും കഴിക്കാവുന്ന ഏതാനും ഫ്രൂട്ട്സുകളുണ്ട്. അതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുക. അതുപോലെ നല്ല പ്രോട്ടീൻ അടങ്ങിയതും നമുക്ക് ബലം തരുന്നതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് സപ്ലിമെൻറ്റ്സ്. നമ്മൾ 6 മാസത്തിൽ 1 വർഷത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഓവറോൾ ഹെൽത്തിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾക്ക് സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എഴുതി തരും. ആ സപ്ലിമെൻറ്റ്സ് മുടങ്ങാതെ അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം അത് കഴിക്കുക എന്നുള്ളത് നമുക്ക് ബലം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചിന്തകളോടുകൂടി ഇരിക്കണം. പോസിറ്റീവ് ചിന്തകൾ മാത്രം പോരാ, പ്രവൃത്തികളും വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് അവരുടെ കസേരകളിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന യോഗ പോലെയുള്ള അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അതിനൊക്കെ മനസ്സ് വേണം. ഇനി എന്തിനാ ഇത്, അല്ലെ ഇത്രയൊക്കെ ആയില്ലേ, അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നും മാറി ഇതെൻ്റെ ആവശ്യമാണ്, ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുമെന്നുള്ള നമ്മളുടെ ഒരു തീരുമാനം നമ്മൾ തന്നെ എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി തീരാതെ, അത് മക്കൾക്കായാൽ പോലും ഒരു ബാധ്യതയായി തീരാതെ നമ്മൾ സ്വയം നമ്മളെ തന്നെ സൂക്ഷിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ കരുതിക്കൊണ്ടും ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. വേറൊന്ന്, നമ്മൾ പല മാതാപിതാക്കളും മക്കൾ ജോലിയോട് സംബന്ധിച്ച് ദൂരദേശ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ മാതാപിതാക്കളും പോകേണ്ടതായിട്ട് വരും. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അവർ ഒറ്റയ്ക്കാണെങ്കിലും പോയി കഴിയുമ്പോൾ ഈ പുതിയ സാഹചര്യങ്ങളോട് ചേർന്ന് പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാം. അതായത് ഈവൻ ഭാഷ, അതുപോലെ തന്നെ കാലാവസ്ഥ, അവിടുത്തെ ജീവിത സ്റ്റൈല്, അവിടുത്തെ എല്ലാ കാര്യങ്ങളോടും ഒത്തുപോകാനായിട്ട് ഇത്തിരി അല്പം പ്രയാസം തോന്നും. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ഏത് ചെറിയ സാഹചര്യത്തിലാണെങ്കിലും ആ ഉള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെ സന്തോഷത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ, നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മളത് ശീലിപ്പിക്കണം, നമ്മൾ ട്രെയിൻ ചെയ്യണം, നമ്മൾ അലേർട്ടാക്കി വെക്കണം എന്നുള്ളതാണ്. ഇത് ഓരോ ദിവസവും നമ്മളുടേതാണ്. നമ്മൾ ഇനി എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ കിട്ടുന്ന ഓരോ ദിവസവും ബോണസായിട്ട് എടുത്തുകൊണ്ട് ആ ദിവസങ്ങൾ സന്തോഷത്തോടെ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഞാനൊരു കഠിനമായിട്ട് ചിന്തിക്കാതെയോ അല്ലെ കടുംപിടുത്തം പിടിക്കാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സന്തോഷം കൂടെ കളയുന്ന രീതിയിൽ പ്രവർത്തിക്കാതെയോ ഇരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടേതായിട്ടുള്ള ചില വീക്ക്നെസ്സുകളുണ്ടാകും എല്ലാ മനുഷ്യർക്കും. അതിനെയൊക്കെയും മറികടന്നുകൊണ്ട് നമ്മളുടെ ചിന്തകളെ നമ്മൾ പുതുതാക്കി നമുക്ക് പുതിയ സാഹചര്യങ്ങളോട് ചേർന്ന് നന്നായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡെയിലി റൊട്ടീനുകളായിട്ടുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷം തരുന്ന നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫുൾ ഡേ നമ്മൾ എൻഗേജായി മാറുന്നു എന്നുള്ളതാണ്. കുറച്ച് രാവിലെ വേഗം തന്നെ നമ്മൾ ഉണർന്ന് നമ്മൾ പ്രഭാതത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങളിലൊക്കെയും കർത്താവേ, അല്ലെങ്കിൽ ദൈവമേ, അല്ലെങ്കിൽ ഈശ്വര, ഈ തന്നിരിക്കുന്ന ഈ ഒരു ദിവസത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട്, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴിയെ തുറന്നു തരണമേ.
അതിനായിട്ട് എന്നെ പ്രാപ്തയാക്കണേ അല്ല പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഓരോ ദിവസവും കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞതായ ഏതാനും ചില കാര്യങ്ങളെങ്കിലും എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാർ, എന്നെ കേൾക്കുന്ന എല്ലാവരും അത് പ്രായഭേദമന്യേ ഈ കാര്യങ്ങളെ ശീലിക്കണമെന്ന്, അത് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതായത് എല്ലാവരുടെയും നന്മയ്ക്കായിട്ടാണിത്. കാരണം ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കും സന്തോഷമില്ല, അവർക്കും സന്തോഷമില്ലാത്ത ഗതിയിലായി പോകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ടു ഓൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ബൈ ടു ഓൾ.